പോവാ. ഞാൻ നിന്റെ അമ്മയാണ്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ അമ്മയായ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ അമ്മ രാധയാണ്. എന്നെ ഊട്ടി ഉറക്കി പരിപാലിച്ചതുമല്ല ആ അമ്മയാണ്. ഞാൻ രാധയനാണ്. എന്നെ വേദനിപ്പിക്കുവാൻ വേണ്ടി നീ ഇത് ആവർത്തിക്കുന്നത് എന്തിന്? വേദന ആർക്ക്? എന്തിനു വേണ്ടി? എന്നെ വേണ്ടെന്ന് വെച്ച് ഒരിക്കലും ഉപേക്ഷിച്ചതല്ലേ? ആ തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ്. അതിൽ മറ്റാരെയും പങ്കെടുപ്പിക്കുവാൻ ഞാൻ മുതിരുന്നുമില്ല. എന്റെ താഴ്മയെ പറ്റി പലപ്പോഴും ഞാൻ നൊമ്പരം അനുഭവിച്ചിട്ടുണ്ട്. എന്റെ കുലപരിചയത്തെ പറ്റി എത്ര അപമാനങ്ങൾ ഞാൻ സഹിച്ചു. അന്നതെല്ലാം യാതൊരു കഴിവും കൂടാതെ നോക്കിയെന്ന് കണ്ടവർക്ക് ഇന്നെന്റെ ഇത്രയേറെ ദുഃഖം വേണ്ട. അന്നാര് സഹിച്ചു? വേണ്ട, അതൊന്നും നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. അന്നൊക്കെ എനിക്ക് അഭയം തന്ന് എനിക്ക് വേണ്ടി പദവികൾ മാത്രം ഉണ്ടാക്കി എന്നെ ആത്മനോബലത്തിൽ നിന്ന് രക്ഷിച്ച ഒരാളുണ്ട്, ദുര്യോധനൻ. അദ്ദേഹം നാശത്തെ അഭിമുഖീകരിക്കുന്നു. തിരുവനന്തപുരം കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന മഹാനായ കലാകാരനായിരുന്നു എന്റെ അപ്പൻ സെബാസ്റ്റ്യൻ. നാടകം കളിച്ചാണ് അദ്ദേഹം ഞങ്ങളെ വളർത്തിയത്. എന്റെ അപ്പൻ മഹാനായ നാടകക്കാരനായിരുന്നു. കർണൻ എന്ന നാടകത്തിൽ അഭിനയിച്ചതോടുകൂടി അദ്ദേഹത്തെ കർണൻ സെബാസ്റ്റ്യൻ എന്ന് വിളിക്കുവാൻ തുടങ്ങി. അപ്പനൊരു നാടകക്കാരനാണെന്ന് അറിയാലോ. ഈ അപ്പൻ ഓഫീസിൽ എനിക്ക് തലയൊക്കെ നടക്കാൻ പറ്റില്ല. അപ്പന് നാടകം പറയാലോ. എനിക്കപ്പോ ബുദ്ധിമുട്ടുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ. ഈ തിരക്കുകളിടയിൽ അപ്പന്റെ നാടകം എനിക്കും ഒരു ടെൻഷനാ. നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പനോട് ഈ നാടകം നിർത്താൻ പറയാം. എന്താണ് നാടകം നിർത്താൻ? ഇല്ല, ഒരിക്കലില്ല. ശരി, ഈ നാടകം കളിച്ചു കളിച്ചിരിക്കുക കാശുകൊണ്ട് കളി നിന്നെയൊക്കെ വളർത്തി ഇത്ര വല്ലാക്കിയത്. ഒടുക്ക നീയൊക്കെ വളർന്ന് വലിയ ആളായപ്പോ നിനക്കൊക്കെ നാടകത്തെ എടി, നീയൊക്കെ ഒരു കാര്യം ആലോചിക്കണം. ഞാനൊരു നാടകക്കാരനാ. നാടകം എന്റെ ശ്വാസമോ. തട്ടയിലേക്കുമ്പോ മരിക്കണം. അതാണ് ഈ ആഗ്രഹം. മനസ്സിലായോ? ഞാനിനി എന്ത് ചെയ്യും? സൂര്യപുത്രനാണ് കർണൻ. ജയിക്കാനായി ജനിച്ചവൻ. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ സൂര്യപുത്രനാണ്. ഈ സൂര്യപുത്രനായ നമുക്ക് പ്രഭാതമാകുന്നു. സമയം തന്നെ ഇപ്പൊ ഞാൻ എന്തേലും കാണിച്ച എനിക്കെന്തേലും പറയാതിരിക്കില്ല. എന്താ കരയരുത്. നീ അംഗരാജാവായ കർണന് മുമ്പിൽ ആരും കരയാൻ പാടില്ല. അവരിൽ ആവശ്യം പറഞ്ഞോളൂ. ഈ അംഗരാജാവായ കർണൻ ദാനശീലനാണ്. ഈ ദാനശീലന് മുമ്പിൽ ആരും കരയാൻ പാടില്ല. നിനക്ക് 5 സെന്റല്ല 5 ഏക്കർ എഴുതി തരും. ആരുടെ മുദ്ര പേപ്പർ കൊണ്ടുവരും.
ആ. അയ്യോ, ദാനശീലനായ കണ്ണൻ, മഹാരാജാവ്, വീണാൽ ദാ, അതൊക്കെ പോട്ടെ. ഇനി അറിഞ്ഞാ നമ്മുടെ കന്നഡാശാരില്ലേ, അങ്ങേർക്ക് ഭ്രാന്തമായിരുന്നു. ഞാൻ അറിഞ്ഞായിരുന്നു. അങ്ങേരെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരന് 5 ഏക്കറല്ലേ എനിക്ക് കൊടുത്തത്. സെന്റിന് ലക്ഷങ്ങൾ കിട്ടുന്ന സ്ഥലമാ. ഓ, അവളുടെ ഒരു യോഗം തന്നെ. എന്താ ചെയ്യാല്ലേ? ദാ, നമ്മുടെ കന്നഡാശാരിയാ വരുന്നേ. ഇപ്പൊ ഈ സൂര്യപുത്രനായ നാം നമ്മുടെ മാല നിനക്ക് ദാനം ചെയ്യും. നന്ദിയുണ്ട് രാജാവേ. എടാ ധ്രുവ, നീ നമ്മുടെ വാളിന്റെ മൂർച്ച അറിയാൻ പോകുന്നു. എടാ ജനാസന്ധ, ആണുങ്ങളുമായി നെന്മലമിൽ പിടിക്കാൻ നീ വേണ്ടേ വേണ്ട. അർജുന, കുരുക്ഷേത്ര യുദ്ധത്തിൽ നീയോ ഞാനോ ഒരാളെ ഉണ്ടാകും. അന്ന് സ്വയംവരത്തിനായി കുലവില്ലെടുത്ത് കൊലച്ച എന്നെ സൂതപുത്രൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചില്ലേ? അന്ന് ഞാൻ ഉള്ളിൽ കരുതല് പുറത്തു വന്നിരുന്നെങ്കിൽ ഒരു പുഴയോളം വന്നേനെ. വളരെ ജീവിതവും നശിപ്പിക്കും. ഇപ്പൊ എന്റെ മനുഷ്യന്റെ ജീവിതവും നശിപ്പിച്ചു. ചേച്ചി വന്നോ? എന്താ ചേച്ചി മുന്നറിയിപ്പില്ലാതെ? മുന്നറിയിപ്പായിട്ട് വരേണ്ട വലിയ വിശേഷമല്ലേ നടക്കുന്നത്. അതിനിപ്പൊ എന്ത് പറ്റി? ഇനി എന്താ സംഭവിക്കാനാ? കാര്യം നമ്മുടെ അച്ഛനൊക്കെ തന്നെയാണ്. അങ്ങനെ നാടകം കളിച്ച് അധ്വാനിച്ച് തന്നെ ഇനി ഇത്രയും സ്വർണ്ണവും സ്ത്രീധനവും ഒക്കെ തന്നെ കെട്ടിച്ചു വിട്ടത് എന്ന് വെച്ചിട്ട് എന്റെ ഭക്തനെ കെട്ടി വന്നു. അവനെന്ത് പറ്റി? അവനെന്ത് പറ്റിയെന്നാ? എന്റെ ആകപ്പാടെ ഒരു ഉണ്ണിക്കണ്ണനായിരുന്നു എന്റെ സുരേഷ് മാൻ. കാണാൻ പറ്റുന്നില്ലെങ്കിലും വേണ്ടി തിന്നാൻ നടക്കുന്നെങ്കിലും അവ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു പെണ്ണിനെ വാങ്ങിച്ചു വെച്ചിരിക്കായിരുന്നു. അതൊരു പണ്ടൊരു ഡോക്ടർ പെണ്ണി. എന്ത് ചെയ്യാൻ? അവരെല്ലാം ഉറപ്പിച്ചതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവര് പറയോ ഈ കല്യാണം നടക്കില്ല. കാര്യം എന്താണെന്നറിയോ? എന്റെ അപ്പന് പ്രാന്താണ് പോലും. ആ പ്രാന്തേ പാരമ്പര്യമാണ്, അത് പകരുമെന്ന്. എന്റെ മോൻ പിടിച്ച ഒരേ ഒരു പുളിക്കൊമ്പായിരുന്നല്ലോ അതൊടിഞ്ഞ് വീട്. ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വരിയ? എന്ത് ചെയ്യാനാ? നമുക്ക് കിട്ടേണ്ട ഓഹരിയല്ലേ? അപ്പന വേദക്കാരി പെണ്ണിനെ വീട്ടിൽ കൊടുത്ത് ഇതങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് ചെയ്തേ പറ്റൂ. നീ പോയി അപ്പൻ അവിടെ എന്താ ചെയ്യണേ നോക്കി. ദാ, അവിടെ ഏതോ നാടക ഡയലോഗൊക്കെ പറഞ്ഞ് കൂട്ടം വലിച്ച് ഉറങ്ങുന്നുണ്ട്. എന്റെ കയ്യിൽ ചില പദ്ധതികളുണ്ട്. നിങ്ങൾ അപ്പനെ വണ്ടി കയറ്റി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, ഞാൻ നമ്മളെന്തിനാണ്? നമുക്ക് ഒരു നാടകം കളിക്കാം. ഏത് നാടകം? നമ്മുടെ ഒപ്പം പണ്ട് കളിച്ച അതേ നാടകം. നിന്റെ മോൾ എന്താണെന്നറിയോ? നീയാണ് കുന്തി. ഞാനിത് എവിടെയാ? ഞാനിത് എവിടെയാ? കർണ, അതിന്റെ അമ്മയാണ് കുന്തി. നമ്മളിപ്പോൾ അശ്വനീ നദിക്കരയിലാണ്. ഈ വെള്ളത്തിൽ ഞാൻ എന്നെ ഒഴുക്കി വിടാൻ പോകുന്നു. ഭാവിയായി അമ്മയോട് നീ പൊറുക്കേണമേ. അമ്മേ, അമ്മേ, എന്നെ ഈ നദിയിൽ ഒഴുക്കി വിട്ടോളൂ. ഞാൻ ഒഴുകി വളർത്തച്ഛനായ അതിരതന്റെ അമ്മ രാധേനെ എടുത്തെത്തിക്കോളാം. അവരെന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ. മതി മതി, നാടകം കളിച്ചത് മതി. അപ്പനെ വള്ളത്തിൽ കയറ്റി നമുക്ക് വെള്ളത്തിൽ തള്ളി വിടാം. അത് തള്ളു. നാളെ ഞാൻ പള്ളി ചെന്ന് അപ്പനെ കാണാനില്ലെന്ന് പറയും. നീ നാളെ പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പനെ കാണാനില്ലെന്ന് പരാതിപ്പെടണം. നിങ്ങളങ്ങ് പോയാ മതി. ഞാൻ പോയാലേ ചിലപ്പോ ചിരിച്ചു പോകും. ശരിയാ.
ലാൽ സാറിന്റെ കർമ്മപഥം എന്ന കഥയെ ആസ്പദമാക്കി നമ്മൾ തന്നെ ഇംപ്രവൈസേഷൻ ചെയ്ത് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു സ്റ്റെപ്പൊന്നും ഇല്ലാതെ എല്ലാവരും കൂടെ ചേർന്ന് വളരെ ചുരുങ്ങി ഒരു 1.5 ദിവസമേ കിട്ടിയുള്ളൂ. ഒരു ദിവസം ഉച്ചവരെ, പിന്നെ പൂർത്തീകരിച്ചത് ഇന്നലെ വൈകുന്നേരം 5:30 മണിയോട് കൂടിയാണ്. എന്തായാലും ഇത് എഴുതിയ സാറിന്റെ സാന്നിധ്യം നമുക്ക് വലിയ അനുഗ്രഹമായിട്ടാണ്. ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു നിമിഷമാണ് ഈ നാടകം ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എന്താണ് ഒരു 1.5 ദിവസം കൊണ്ട് ചെയ്ത ഒരു നാടകം, അതിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ ഇതിൻ്റെ അകത്ത് സതീഷ് ഒന്നും പറയാത്ത ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കപ്പ ആരവിടെ കൊണ്ടുവച്ചു. അതാണ് യഥാർത്ഥത്തിൽ ഒരു നടൻ, നടി എന്ന് പറയുന്നത്. ഒരു നാടകം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അത് വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നു. ഈ നാടകത്തിൽ അഭിനയിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതിൽ അനഘ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനായ രമേഷ് കുമാർ എന്ന് പറയുന്ന ഹിസ്റ്ററി അധ്യാപകൻ, മഹാരാജ സ്കൂളിലെ ഹിസ്റ്ററി അധ്യാപകൻ്റെ എല്ലാവരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട സതീഷ് എൻ്റെ സ്വന്തം സതീഷാണ്.